കോട്ടയം ടെക്സ്റ്റൈൽസിന്റെ വേദഗിരി സ്പിന്നിംഗ് മില്ലിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച 2,60,00,000 രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് നിക്ഷേപകരും പൊതുപ്രവർത്തകരും അധികൃതർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ്. കോട്ടയം ടെക്സ്റ്റൈൽസിലെ മുൻ ജീവനക്കാരനും NCP സംസ്ഥാന സെക്രട്ടറിയുമായ കാണക്കാരി അരവിന്ദാക്ഷനാണ് ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയിരിക്കുന്നത്. കമ്പനിയിലെ തൊഴിലാളികളും പിരിഞ്ഞുപോയവരുമായ പ്രദേശവാസികളാണ് നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചത്. തൊഴിലാളികൾക്ക് ലഭിച്ച ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള തുകയാണ് നിക്ഷേപിച്ചിരുന്നത്. എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും നിക്ഷേപത്തുക ഇനിയും മടക്കി നൽകാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, കുടുംബാവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് കരുതലായി പലരും സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചത്. 2-3 ആളുകൾ മരിച്ചു പോയതിനടക്കം ഡിപ്പോസിറ്റ് ചെയ്ത ആളുകൾ, അവരുടെ കുടുംബവും പട്ടിണിയാണ്. ഈ തുക എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, വസ്തു വിറ്റ വകയും സൊസൈറ്റിയിൽ കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള പ്രോവിഡന്റ്, ഗ്രാറ്റുവിറ്റി തുടങ്ങിയതൊക്കെ മേടിച്ചിട്ട് അവിടെ കൊണ്ട് സൊസൈറ്റി കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ സൊസൈറ്റിയിൽ ഇത്രയും രൂപ വന്നിട്ട് നാളെ ഇതുവരെ ആ രൂപ തിരികെ തൊഴിലാളിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾ പലതായി. 2013 വീണ്ടും മില്ല് തുറന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് നാൾ കൂട്ടി വീണ്ടും ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. എങ്കിലും സൊസൈറ്റി തുറക്കുന്ന കാര്യത്തിൽ ഒരു ആത്മാർത്ഥത മില്ലിൻ്റെ ഭാഗത്തു നിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തോ ഉണ്ടായിട്ടില്ല. സൊസൈറ്റിയിൽ മുഴുവൻ കണക്കുകളുമുണ്ട്. ഇത് സംബന്ധിച്ച് ആർക്കൊക്കെ എത്ര രൂപ കൊടുക്കാനുണ്ട് എന്നുള്ള കണക്കുകളെല്ലാം സൊസൈറ്റിയിലുണ്ട്. പക്ഷേ ഇതൊന്നും സൊസൈറ്റി തുറക്കാത്തത് കൊണ്ട് അവിടുത്തെ ജോലിക്കാരും പിരിഞ്ഞു പോയി. ആ ജോലി ചെയ്തിരുന്ന ആളുകൾ ഒരാൾക്ക് 20 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അവിടെ ശമ്പളം കൊടുക്കാൻ ആ തൊഴിലാളിക്ക്, സൊസൈറ്റി ജീവനക്കാരന് 20 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ശമ്പളം, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഇതെല്ലാം കൊടുക്കാനുണ്ട്. ഇതൊന്നും നാളെ ഇതുവരെ അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. മില്ല് തുറന്നിട്ടും സൊസൈറ്റി തുറന്നിട്ടില്ല. സൊസൈറ്റിക്ക് മില്ലിൽ എന്തെങ്കിലും ഗവൺമെൻറ് കൊടുക്കുകയാണെങ്കിൽ മില്ലിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. സൊസൈറ്റിയിലോട്ട് ആ തുക പോകുന്നില്ല. കമ്പനി സൊസൈറ്റിക്ക് കൊടുക്കേണ്ട തുകയാണ് അത് കൊടുക്കണം. സാമ്പത്തിക പ്രതിസന്ധിയിലായ കോട്ടയം ടെക്സ്റ്റൈൽസ് അടച്ചുപോയതോടെ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനവും നിശ്ചലമാവുകയായിരുന്നു. ഞങ്ങൾ ARന് പരാതി കൊടുക്കുകയും JRന് പരാതി കൊടുക്കുകയും നാട്ടുകാരെല്ലാവരും കൂടെ ഇവിടെ അടുത്ത വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി. അത് കഴിഞ്ഞ് അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന VN വാസവൻ അവർക്ക് കൊടുക്കുകയും അതനുസരിച്ച് ഞാൻ കൂടി ഇടപെട്ട് കുറച്ച് പൈസ ഇവർക്ക് അന്ന് കൊടുപ്പിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ഒരു കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല. ഇവർ ആരും എന്നോടൊന്നും സംസാരിക്കുകയും ചെയ്തിട്ടുമില്ല. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങളിലോട്ട് കടന്നു പോയിരിക്കുന്നത്. നാട്ടുകാരുടെയും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടുന്ന് റിട്ടയർ ആയ ജീവനക്കാരുടെയും പൈസ ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടുന്ന് ലോൺ പോയിരിക്കുന്ന തൊഴിലാളികൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്പനി ഇടയ്ക്ക് കാലം കൊണ്ട് അടഞ്ഞിടേണ്ട അവസ്ഥ വന്നതുകൊണ്ട് ഇത് സൊസൈറ്റിയുടെ പ്രവർത്തനം നിലനിൽച്ചത് മൂലമാണ് ഇവർക്ക് പൈസ കിട്ടാതെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെറിയൊരു തുക നിക്ഷേപകർക്ക് തിരികെ ലഭിച്ചിരുന്നു. നിക്ഷേപകരിൽ പലരും രോഗികളായും ചിലർ മരണത്തിനും കീഴ്പ്പെട്ട് കഴിഞ്ഞു. പലരും ആത്മഹത്യയുടെ വക്കിലുമാണ്. 16 മുതൽ കിട്ടാനുണ്ട്. കഴിഞ്ഞ 2016 മുതൽ കിട്ടാനുണ്ട്. എൻ്റെ 13 ലക്ഷം രൂപ സൊസൈറ്റി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആദ്യമൊക്കെ കുറച്ച് നാളത്തൊക്കെ പലിശയൊക്കെ തന്നു. പിന്നെ ഒന്നും കിട്ടുന്നില്ല. 2-3 വർഷം പലിശ തന്നു. പിന്നെ ഒന്നുമില്ല. പലർക്കും ഉണ്ട്. ഒത്തിരി, ഏകദേശം 1.5 കോടിയോളമുണ്ട് എല്ലാവർക്കും കൂടെ ആയിട്ട്. എനിക്ക് 13 ഉണ്ട്. പിന്നെ അവിടെ ഒരാൾക്ക് 16 ഉണ്ട്. അങ്ങനെ പലർക്കായിട്ട് ഏതാണ്ട് 1.5 കോടി അടുത്തുണ്ട്. 1983 പ്രവർത്തനം ആരംഭിച്ച കോട്ടയം ടെക്സ്റ്റൈൽസ് തൊഴിൽ പ്രശ്നങ്ങൾ മൂലം പലപ്പോഴും പൂട്ടുകയും പിന്നീട് തുറക്കുകയും ഒക്കെ ചെയ്തെങ്കിലും സൊസൈറ്റിയുടെ പ്രവർത്തനം വർഷങ്ങളായി നിലച്ചിരിക്കുകയാണ്.